നമസ്കാരം. ഹണ്ട് ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം പ്രധാന 100 വാർത്തകൾ. ഇറാൻ പിടിച്ചെടുത്ത ബ്രിട്ടീഷ് കപ്പലിൽ കളമശ്ശേരി സ്വദേശി ഉൾപ്പെടെ 3 മലയാളികൾ. കളമശ്ശേരി സ്വദേശി ഡിജോ പാപ്പച്ചനും പള്ളുരുത്തി തൃപ്പൂണിത്തറ സ്വദേശികളുമാണ് കപ്പലിലുള്ളത്. ജൂലൈ 4-ന് ബ്രിട്ടൻ പിടിച്ചെടുത്ത ഇറാൻ കപ്പലായ ഗ്രേസ് വണ്ണിലും 3 മലയാളികൾ അകപ്പെട്ടിരുന്നു. സംസ്ഥാനത്ത് ഇന്നും ചിലയിടങ്ങളിൽ കനത്ത മഴ. ഇടുക്കി, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടും കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. കേരള തീരത്ത് കടലാക്രമണം രൂക്ഷം. 4.5 മീറ്റർ ഉയരത്തിൽ തിരമാലകൾ ഉയരാൻ സാധ്യതയെന്ന് മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകരുതെന്ന് നിർദ്ദേശം നൽകി. കൊല്ലം നീണ്ടകരയിൽ ബോട്ട് തകർന്ന് കാണാതായ മത്സ്യത്തൊഴിലാളികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. തമിഴ്നാട് സ്വദേശി സഹായ രാജുവിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. 5 തെങ്ങ് കടപ്പുറത്താണ് മൃതദേഹം അടിഞ്ഞത്. കേരളത്തിലെ കോൺഗ്രസ് ജനപ്രതിനിധികൾ BJPയിലെത്തുമെന്ന് PC ജോർജ്. 6 MPമാരും 3 MLAമാരും BJP കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തി. പാലാ ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റിനായി സമ്മർദ്ദത്തിനില്ല. ഏതു പാർട്ടി മത്സരിക്കണമെന്ന് NDA തീരുമാനിക്കുമെന്നും PC ജോർജ്. യൂണിവേഴ്സിറ്റി കോളേജ് വധശ്രമ കേസിൽ ഒളിവിലുള്ള 10 പ്രതികളുടെ വീടുകളിലും പോലീസ് തെരച്ചിൽ നടത്തി. പ്രതികൾക്കായി ഉടൻ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കും. യൂണിവേഴ്സിറ്റി കോളേജ് വിവാദങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് KSU നടത്തുന്ന നിരാഹാര സമരം 7-ാം ദിവസവും തുടരുന്നു. KSUവിനോട് രാഷ്ട്രീയ വൈരാഗ്യം കാണിച്ചാൽ പോലീസിന് തിരിച്ചടിയുണ്ടാകുമെന്ന് കോൺഗ്രസ് നേതാവ് K. സുധാകരൻ. മനുഷ്യത്വമില്ലാത്ത മുഖ്യമന്ത്രി പറയുന്നത് കേട്ട് ആക്രമിക്കാൻ പോലീസ് തയ്യാറാകരുതെന്നും എവിടെ വെച്ചും കൈകാര്യം ചെയ്യാൻ KSUവിന് സാധിക്കുമെന്നും K. സുധാകരൻ. AISF കൊല്ലം ജില്ലാ സമ്മേളന പ്രവർത്തന റിപ്പോർട്ടിൽ SFIക്ക് രൂക്ഷ വിമർശനം. വർഗീയ സംഘടനകളെക്കാൾ ഭയാനകമായ രീതിയിലാണ് SFI കലാലയങ്ങളിൽ പ്രവർത്തിക്കുന്നത്. SFI കലാലയങ്ങളിൽ AISFന് മുഖ്യശത്രുവായി കാണുന്നുവെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തി. സർക്കാരിന് ബാധ്യതയായ 2 സ്ഥാപനങ്ങൾ കൂടി അടച്ചുപൂട്ടുന്നു. പ്രതീക്ഷ ബസ് ഷെൽട്ടേഴ്സ് കേരള ലിമിറ്റഡ്, ആശ്വാസ് പബ്ലിക് അമ്യൂണിറ്റീസ് കേരള ലിമിറ്റഡ് എന്നീ കമ്പനികളാണ് അടച്ചുപൂട്ടാൻ പൊതുമരാമത്ത് വകുപ്പ് തീരുമാനിച്ചത്. നടത്തിപ്പിൽ വൻ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. മഹാരാജാസ് മുതൽ കടവന്ത്ര വരെയുള്ള പുതിയ പാതയിലും കൊച്ചി മെട്രോയുടെ പരീക്ഷണ ഓട്ടം വിജയകരം. കൊച്ചി മെട്രോയിലെയും DMRCയിലെയും ഇലക്ട്രിക്കൽ ടെക്നിക്കൽ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥർ പരീക്ഷണോട്ടത്തിൽ പങ്കെടുത്തു. 1.3 കിലോമീറ്റർ ദൂരത്തിലാണ് പരീക്ഷണോട്ടം നടന്നത്. ചാന്ദ്രയാൻ 2ന്റെ വിക്ഷേപണം നാളെ നടക്കും. ശ്രീഹരിക്കോട്ടയിൽ നിന്നും ഉച്ചയ്ക്ക് 2:43 വിക്ഷേപണം. സാങ്കേതിക തകരാറിനാൽ വിക്ഷേപണം നേരത്തെ മാറ്റിവെക്കുകയായിരുന്നു. കർണാടകയിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. തിങ്കളാഴ്ച വോട്ടെടുപ്പ് നടത്താമെന്ന ധാരണയിലാണ് വെള്ളിയാഴ്ച നിയമസഭ പിരിഞ്ഞത്. വിപ്പ് വിഷയത്തിൽ വ്യക്തത തേടി മുഖ്യമന്ത്രി കുമാരസ്വാമിയും കോൺഗ്രസും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സോൻഭദ്ര കൂട്ടക്കൊലയിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആദിത്യനാഥ് ഇന്ന് സന്ദർശിക്കും. മിർസാപൂരിൽ സോൻഭദ്രയിൽ ഭൂമി തർക്കത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസമുണ്ടായ വെടിവെപ്പിൽ 10 പേരാണ് കൊല്ലപ്പെട്ടത്. 24 പേർ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ ഡൽഹി മുഖ്യമന്ത്രിയുമായ ഷീലാ ദീക്ഷിതിന്റെ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു. നിസാമുദ്ദീനിലെ നിഗംബോധ് ഘട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. പ്രളയ ദുരിതത്തിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 150ആയി. അസമിൽ 600 ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലാണെന്നാണ് റിപ്പോർട്ടുകൾ. സൈന്യത്തിന്റെയും ദുരന്ത നിവാരണ ഏജൻസികളുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ഊർജിതമാണ്. യാക്കോബായ സഭാധ്യക്ഷൻ തോമസ് പ്രഥമൻ ബാവയ്ക്കെതിരെ വിമർശനവുമായി കൊച്ചി ഭദ്രാസനാധിപൻ ജോസഫ് മാർ ഗ്രിഗോറിയോസ്. ബാവയുടെ പ്രവർത്തന രീതികളിൽ ചില പിഴവുകളുണ്ടായിരുന്നുവെന്നും താനത് തിരുത്താൻ ശ്രമിച്ചിരുന്നുവെന്നും ജോസഫ് മാർ ഗ്രിഗോറിയോസ് വെളിപ്പെടുത്തി. സഭയുടെ കേസ് നടത്തിപ്പിൽ പിഴവുകളുണ്ടായിരുന്നുവെന്ന് തുറന്നു സമ്മതിച്ച ബിഷപ്പ് സെമിത്തേരി വിഷയത്തിൽ ഓർത്തഡോക്സ് വിഭാഗം വിശ്വാസികളുടെ വികാരം മാനിക്കണമെന്നും അഭ്യർത്ഥിച്ചു. ജാർഖണ്ഡിൽ വീണ്ടും ആൾക്കൂട്ട കൊലപാതകം. ഗുംലയിൽ ദുർമന്ത്രവാദം ആരോപിച്ച് 2 സ്ത്രീകളടക്കം 4 പേരെ തല്ലിക്കൊന്നു. പുലർച്ചെ 3 മണിക്കാണ് സംഭവം. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി MP അസം ഖാനെതിരെ 3 ഭൂമി കയ്യേറ്റ കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. ഇതോടെ അസം ഖാൻ പ്രതിയായ ഭൂമി കയ്യേറ്റ കേസുകളുടെ എണ്ണം 26ആയി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചതിന്റെ രാഷ്ട്രീയ വൈരാഗ്യമാണ് കേസുകൾക്ക് പിന്നിലെന്ന് അസം ഖാൻ. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ BJP പ്രാദേശിക നേതാവിനെ വെടിവെച്ചു കൊന്നു. BS തോമറാണ് കൊല്ലപ്പെട്ടത്. ബൈക്കിലെത്തിയ അക്രമികൾ തോമറിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു.
കർണാടകയിൽ നടക്കുന്ന ഫിലിം ഫെസ്റ്റിവലിൽ മലയാള ഹ്രസ്വചിത്രത്തിന് പുരസ്കാരം. സുജിത് സഹദേവ് സംവിധാനം ചെയ്ത സൈഡ് എഫക്ട് എന്ന ഹ്രസ്വചിത്രം മേളയിലെ മികച്ച നിർമ്മാണ സംരംഭത്തിനുള്ള പുരസ്കാരം നേടി. കർണാടകയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തില്ലെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനാണ് ബിജെപിയുടെ ശ്രമമെന്ന കോൺഗ്രസ് ആരോപണം തള്ളിയ അദ്ദേഹം കർണാടക പ്രശ്നത്തിൽ കേന്ദ്രം ഇടപെടില്ലെന്ന് വ്യക്തമാക്കി. ഉത്തർപ്രദേശിലെ ബരാബാങ്കിയിൽ കള്ളനാണെന്ന് ആരോപിച്ച് ദളിത് യുവാവിനെ നഗ്നനാക്കി നടുറോഡിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. ബരാബാങ്കി സ്വദേശി സുജിത് കുമാറിനെയാണ് 4-അംഗ സംഘം ക്രൂരമായി ആക്രമിച്ചത്. സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹലിൽ പൂജ നടത്തുമെന്ന ശിവസേനയുടെ പ്രഖ്യാപനത്തെ തുടർന്ന് താജ്മഹലിൽ ജില്ലാ ഭരണകൂടം സൈനിക സുരക്ഷ വർദ്ധിപ്പിച്ചു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അപേക്ഷ പരിഗണിച്ചാണ് നടപടി. കശ്മീർ പ്രശ്നം പരിഹരിക്കുന്നത് തടസ്സപ്പെടുത്താൻ ഭൂമിയിൽ ഒരു ശക്തിക്കും സാധിക്കില്ലെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ലോകത്തിന്റെ തന്നെ സ്വർഗമാക്കി കശ്മീരിനെ മാറ്റുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ അതിർത്തി രക്ഷാസേനയുടെ പിടിയിലായ 12 റോഹിംഗ്യൻ മുസ്ലിം അഭയാർത്ഥികൾ 3 ദിവസമായി ത്രിപുരയിലെ ബംഗ്ലാദേശ് അതിർത്തിയിൽ തുടരുന്നു. വ്യാഴാഴ്ച പടിഞ്ഞാറൻ ത്രിപുരയിലെ ബോക്സാന നഗർ അതിർത്തി വഴിയാണ് സംഘം ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ചത്. കോൺഗ്രസ് നേതാവ് നവജോത് സിംഗ് സിദ്ധുവിന്റെ രാജി ദിവസങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് സ്വീകരിച്ചു. തുടർ നടപടിക്കായി കത്ത് ഗവർണർക്ക് കൈമാറി. മന്ത്രിസഭ അഴിച്ചുപണിയിൽ സിദ്ധുവിൽ നിന്ന് പ്രധാനപ്പെട്ട തദ്ദേശ വകുപ്പ് എടുത്തുമാറ്റിയതിനെ തുടർന്നായിരുന്നു രാജി. ഭീകര സംഘടനാ ബന്ധമാരോപിച്ച് ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്യുന്നത് നിരപരാധികളായ മുസ്ലിം യുവാക്കളെയാണെന്ന് മനിതനേയ ജനനായക കക്ഷി പ്രസിഡന്റ് എം തമീമുൽ അൻസാരി. ഒരു സമുദായത്തെ മാത്രം ലക്ഷ്യം വെച്ചാണ് അന്വേഷണ ഏജൻസി നീങ്ങുന്നതെന്നും തമീമുൽ അൻസാരി ആരോപിച്ചു. IS ബന്ധം സംശയിച്ച് തമിഴ്നാട്ടിൽ വ്യക്തികളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന റെയ്ഡ് തുടരുന്നു. UAE-യിൽ നിന്ന് ഇന്ത്യയിലേക്ക് നാടുകടത്തിയ 14 പേരുടെ വീടുകളിലാണ് റെയ്ഡ് നടക്കുന്നത്. കഴിഞ്ഞയാഴ്ചയാണ് 14 പേരെ UAE-യിൽ നിന്ന് ഇന്ത്യയിലേക്ക് നാടുകടത്തിയത്. പൊതുമേഖലാ വിമാന കമ്പനിയായ എയർ ഇന്ത്യയിലെ സ്ഥാനക്കയറ്റവും നിയമനങ്ങളും നിർത്തിവെക്കാൻ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. കമ്പനിയെ സ്വകാര്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടി. നിർഭയ കേസിൽ ശിക്ഷിക്കപ്പെട്ട മുകേഷ് സിംഗിന്റെ ഫോട്ടോയുമായി പഞ്ചാബ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ബോധവൽക്കരണ പോസ്റ്റർ വിവാദത്തിൽ. വോട്ടവകാശം വിനിയോഗിക്കുന്നതിന്റെ പ്രാധാന്യം വ്യക്തമാക്കി പുറത്തിറക്കിയ പോസ്റ്ററാണ് വിവാദത്തിലായത്. സംഭവത്തിൽ അന്വേഷണത്തിന് കമ്മീഷൻ ഉത്തരവിട്ടു. മൈലികളെ കൊന്നെന്നാരോപിച്ച് ജനക്കൂട്ടം ഒരാളെ ആക്രമിച്ചു കൊലപ്പെടുത്തി. ഹീരാലാൽ ബൻജാദയാണ് കൊല്ലപ്പെട്ടത്. മധ്യപ്രദേശിലെ നിമുജ് ജില്ലയിലെ ലസുദിയ അത്രി ഗ്രാമത്തിലാണ് സംഭവം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയം ചോദ്യം ചെയ്ത് മുൻ BSF കോൺസ്റ്റബിൾ തേജ് ബഹാദൂർ യാദവ് സമർപ്പിച്ച ഹർജിയിൽ അലഹബാദ് ഹൈക്കോടതി മോദിക്ക് നോട്ടീസ് അയച്ചു. കേസിൽ ഓഗസ്റ്റ് 21-ന് വാദം കേൾക്കും. ക്ലാസ് ലീഡറാകാൻ മത്സരിച്ച് പരാജയപ്പെട്ടതിന്റെ പേരിൽ തെലങ്കാനയിൽ 13-കാരൻ ആത്മഹത്യ ചെയ്തു. തെലങ്കാനയിലെ ഭെങ്കിറിനാണ് സംഭവം. ചരൺ എന്ന 8ാം ക്ലാസ്സുകാരനാണ് ആത്മഹത്യ ചെയ്തത്. ടിക്ടോക്ക്, ഹെലോ എന്നീ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ നോട്ടീസ്. IT മന്ത്രാലയത്തിലെ സൈബർ നിയമ സുരക്ഷാ വിഭാഗമാണ് നോട്ടീസ് അയച്ചത്. നോട്ടീസിലെ 21 ചോദ്യങ്ങൾക്കുള്ള വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ നിരോധനം ഏർപ്പെടുത്തുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ കരട് ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കാനാകില്ലെന്ന CPIM. മാനവവിശേഷ മന്ത്രി രമേശ് പൊക്രിയാൽ നിശാങ്കിന് അയച്ച കത്തിലാണ് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇക്കാര്യം വ്യക്തമാക്കിയത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടങ്ങളുടെ ശില്പിയും പ്രശസ്ത ഇരട്ട ഗോപുരമായ പെട്രോണാസ് ടവറിന്റെ ആർക്കിടെക്റ്റുമായ സീസർ പെല്ലി അന്തരിച്ചു. ന്യൂഹാവനിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. 92 വയസ്സായിരുന്നു. ഇറ്റലിയിലെ സജീവ അഗ്നിപർവ്വതമായ എട്നയിൽ നിന്ന് ലാവ പുറത്തേക്കൊഴുകുന്നു. ഇതേ തുടർന്ന് ഇറ്റലിയിലെ 2 വിമാനത്താവളങ്ങൾ അടച്ചു. ഇറ്റലിയിലെ സിസിലി നഗരത്തിലാണ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ഇറാൻ പിടിച്ചെടുത്ത കപ്പൽ വിട്ടു നൽകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ തുടർ നടപടിയെക്കുറിച്ച് ബ്രിട്ടനുമായി ചർച്ച നടത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കപ്പൽ ഉടനടി വിട്ടുകൊടുക്കാൻ ബ്രിട്ടന്റെ സഖ്യരാജ്യങ്ങളും ഇറാനോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഇതിനോട് ഇറാൻ പ്രതികരിച്ചിട്ടില്ല. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വംശീയ വിദ്വേഷ പരാമർശങ്ങൾക്കെതിരായ US കോൺഗ്രസ് പ്രതിനിധി ഇൽഹാൻ ഉമറിന് മിനസോട്ടയിൽ ഊഷ്മള സ്വീകരണം. ഡെമോക്രാറ്റിക് പ്രതിനിധിയായ ഇൽഹാനെ സ്വീകരിക്കാൻ 100 കണക്കിന് ആളുകൾ സെന്റ് പോൾ വിമാനത്താവളത്തിലെത്തി.
അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ വിമർശനവുമായി മുൻ പ്രഥമ വനിത മിഷേൽ ഒബാമ. അമേരിക്കൻ വനിതാ കോൺഗ്രസ് അംഗങ്ങൾക്കെതിരായ വംശീയ പരാമർശത്തിനെതിരെയാണ് മിഷേൽ ഒബാമ രംഗത്തെത്തിയത്. അമേരിക്ക എല്ലാ വിഭാഗങ്ങളുടേതുമാണെന്ന് മിഷേൽ ഒബാമ ട്വിറ്ററിൽ കുറിച്ചു. ഹാഫിസ് സയ്യിദിനെ അറസ്റ്റ് ചെയ്ത പാകിസ്ഥാൻ നടപടിയിൽ സംശയം പ്രകടിപ്പിച്ച അമേരിക്ക. ഹാഫിസ് സയ്യിദിന്റെ മുൻപുള്ള അറസ്റ്റുകൾ തീവ്രവാദ പ്രവർത്തനങ്ങളെയോ സംഘടനയായ ലഷ്കർ ഇ തയ്യബയെയോ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്ന് അമേരിക്ക ചൂണ്ടിക്കാട്ടി. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന് ഏറ്റവും കൂടുതൽ കാലം ഇസ്രയേൽ പ്രധാനമന്ത്രിയായ നേതാവെന്ന റെക്കോർഡ്. രാഷ്ട്രപിതാവായ ഡേവിഡ് ബെൻ ഗൂറിയന്റെ റെക്കോർഡാണ് നെതന്യാഹു മറികടന്നത്. സുഡാനിൽ അധികാരം പങ്കുവെക്കുന്നത് സംബന്ധിച്ച് ഉടമ്പടിയിലെത്തിയ ശേഷം പ്രതിപക്ഷ സഖ്യം സൈനിക ഭരണാധികാരികളുമായി നടത്താനിരുന്ന തുടർ ചർച്ച മാറ്റിവെച്ചു. സൈനിക ഭരണകൂടവും പ്രതിപക്ഷ സഖ്യവും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയിൽ സഖ്യത്തിലെ ചില വിഭാഗങ്ങൾക്കുണ്ടായ എതിർപ്പാണ് ചർച്ച മാറ്റിവെക്കാൻ കാരണം. വടക്കൻ ഇറാഖിലെ കുർദിഷ് പ്രവിശ്യയിൽ നിരോധിത സംഘടനയായ കുർദിഷ് വർക്കേഴ്സ് പാർട്ടി പ്രവർത്തകരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു തുർക്കി സൈനികൻ കൊല്ലപ്പെട്ടു. 6 പേർക്ക് പരിക്കേറ്റു. കുർദിഷ് വർക്കേഴ്സ് പാർട്ടിയെ ലക്ഷ്യമിട്ടുള്ള ഓപ്പറേഷൻ ക്ലോയുടെ 2ാം ഘട്ടം ശനിയാഴ്ചയാണ് സൈന്യം ആരംഭിച്ചത്. ലോകത്തെ ഏറ്റവും സുരക്ഷിത നഗരമായി അബുദാബി. ഗ്ലോബൽ ഡാറ്റ വെബ്സൈറ്റായ നമ്പിയോയാണ് പട്ടിക പുറത്തുവിട്ടത്. 3ാം തവണയാണ് അബുദാബി ലോകത്തെ ഏറ്റവും സുരക്ഷിത നഗരമായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. കുവൈറ്റിൽ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കീഴിൽ പുറം കരാറിൽ ജോലി ചെയ്യുന്ന നഴ്സുമാരെ നേരിട്ട് നിയമിക്കാൻ സാധ്യത. ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ട വകുപ്പുകൾ പഠനം നടത്തിവരികയാണെന്ന് ആരോഗ്യമന്ത്രി ബാസില സബാഗ് അറിയിച്ചു. വിമാനയാത്ര നടത്തുമ്പോൾ മറ്റുള്ളവരുടെ ലഗേജുകൾ കൊണ്ടുപോകുന്നതിനെതിരെ മുന്നറിയിപ്പുമായി വീണ്ടും ഖത്തർ ആഭ്യന്തര വകുപ്പ്. ഇക്കാര്യത്തിൽ യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്നും പരിശോധനകളിൽ പിടിക്കപ്പെട്ടാൽ കടുത്ത ശിക്ഷ ലഭിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഇറാഖിൽ നിന്നും കുവൈറ്റിലേക്ക് കടത്താൻ ശ്രമിച്ച 4 കിലോ ലഹരി വസ്തുക്കൾ അബ്ദലി കസ്റ്റംസ് അധികൃതർ പിടികൂടി. പാകിസ്ഥാനി ഡ്രൈവറിൽ നിന്നാണ് സംഘം ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തത്. ഇറാഖിൽ നിന്ന് ലോറി മാർഗം കുവൈറ്റിലെത്തിയ ആളെ സംശയത്തെ തുടർന്ന് വിശദമായി പരിശോധിക്കുകയായിരുന്നു. അമേരിക്കൻ സായുധ സൈന്യത്തിന് താവളമൊരുക്കാൻ സൗദി അറേബ്യയുടെ തീരുമാനം. മേഖലയിലെ സുരക്ഷയും സമാധാനവും നിലനിർത്താനാണ് നടപടിയെന്ന് ഔദ്യോഗിക വാർത്താ ഏജൻസി അറിയിച്ചു. ബ്രിട്ടീഷ് കപ്പൽ ഇറാൻ പിടിച്ചെടുത്തതിന് തൊട്ടുപിന്നാലെയാണ് നടപടി. സൗദിയിൽ ഗതാഗത നിയമലംഘനങ്ങൾക്ക് പിഴ ചുമത്തുമ്പോൾ വിയോജിപ്പ് അറിയിക്കാനുള്ള ഓൺലൈൻ സംവിധാനം രാജ്യത്തെ മുഴുവൻ പ്രവിശ്യകളിലും പ്രാബല്യത്തിൽ വന്നു. നേരത്തെ അൽ ഖസീം പ്രവിശ്യയിൽ മാത്രമായിരുന്നു സേവനം ലഭ്യമായിരുന്നു. സൗദി എയർലൈൻസ് കൂടുതൽ ആഭ്യന്തര സർവീസുകൾ ജിദ്ദയിലെ പുതിയ ടെർമിനലിലേക്ക് മാറ്റുന്നു. മറ്റു ടെർമിനലുകളിൽ നിന്ന് പുതിയ ടെർമിനലിലേക്ക് ബസ് സർവീസ് ഉണ്ടായിരിക്കുമെന്നും എയർലൈൻസ് അറിയിച്ചു. ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും ഇ ടാക്സി കമ്പനി കരീമും ഒന്നിച്ച് ഹാല ടാക്സി സംവിധാനം നടപ്പിലാക്കും. ഓൺലൈനിലൂടെ ബുക്ക് ചെയ്യാവുന്ന ഹാല ടാക്സി സെപ്റ്റംബറോടെ ദുബായ് നിരത്തുകളിൽ ഇറങ്ങും. വായ്പാ പലിശ നിരക്ക് കുറയ്ക്കാത്ത വാണിജ്യ ബാങ്കുകളുടെ നിലപാടിനെതിരെ വിമർശനവുമായി റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ്. പണലഭ്യത ആവശ്യത്തിലേറെയായി ഉയർന്നിട്ടും വായ്പാ പലിശ കുറയ്ക്കാത്ത ബാങ്കുകളുടെ നടപടി ആശ്ചര്യപ്പെടുത്തുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. റബ്ബർ ഷീറ്റിന് പിന്നാലെ ഒട്ടുപാലിനും സംസ്ഥാനത്ത് വിലയിടിവ്. കിലോയ്ക്ക് 130 രൂപ വരെ ഉയർന്ന ഒട്ടുപാൽ വില 70 രൂപയായി താഴ്ന്നു. കഴിഞ്ഞ വർഷം കിലോയ്ക്ക് 80 രൂപയായിരുന്നു ശരാശരി വില. ആദിത്യ ബിർള ഐഡിയ പേയ്മെന്റ് ബാങ്ക് പ്രവർത്തനം അവസാനിപ്പിച്ചു. ആരംഭിച്ച് 18 മാസം പിന്നിടുമ്പോഴാണ് ആദിത്യ ബിർള, ന്യൂ ഐഡിയ സെല്ലുലാർ എന്നിവയുടെ സംയുക്ത സംരംഭമായ പേയ്മെന്റ് ബാങ്ക് പ്രവർത്തനം അവസാനിപ്പിച്ചത്. സ്വകാര്യ ബാങ്കായ ബന്ധൻ ബാങ്കിന്റെ ലാഭവിവരം പുറത്തുവിട്ടു. 2019 ജൂണിൽ അവസാനിച്ച 1ാം പാദത്തിൽ ബന്ധൻ ബാങ്കിന്റെ അറ്റാദായത്തിൽ 45.5% വർധനമാണ് ഉണ്ടായത്. ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ പൊതു ഓഹരി പങ്കാളിത്തം 35% ഉയർത്താനുള്ള ബജറ്റ് നിർദ്ദേശം നടപ്പിലാക്കുക എളുപ്പമല്ലെന്ന് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സെബി ചെയർമാൻ അജയ് ത്യാഗി നിർമ്മലാ സീതാരാമന് കത്തയച്ചു. പുതുമുഖങ്ങൾക്ക് അവസരം നൽകി വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു.
നവദീപ് സേനിയും ദീപക് ചഹാറും ശ്രേയസ് അയ്യറും ടീമിൽ ഇടം നേടി. രോഹിത് ശർമ്മയും ഇഷാന്ത് ശർമ്മയും ടെസ്റ്റ് ടീമിൽ തിരിച്ചെത്തി. ഇന്തോനേഷ്യൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് ഫൈനലിൽ PV സിന്ധുവിന് തോൽവി. ജപ്പാന്റെ അകാനെ യമഗുച്ചിയാണ് സിന്ധുവിനെ തോൽപ്പിച്ചത്. നേരിട്ടുള്ള ഗെയിമുകൾക്കാണ് ജാപ്പനീസ് താരത്തിന്റെ ജയം. ഇന്ന് ജില്ലാ വാർത്ത. കടൽക്ഷോഭം രൂക്ഷമായ സാഹചര്യത്തിൽ തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിൽ സന്ദർശകർക്ക് വിലക്ക്. ജില്ലാ ഭരണകൂടമാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. 7 ദിവസത്തേക്കാണ് നിരോധനം. ടൂറിസം വകുപ്പിന്റെ നിശാഗന്ധി മൺസൂൺ രാഗ സംഗീതോത്സവം തുടങ്ങി. ജൂലൈ 24 വരെ വൈകിട്ട് 6:30 കനകക്കുന്നിലാണ് സംഗീതോത്സവം. പ്രവേശനം സൗജന്യമാണ്. തിരുവനന്തപുരം ജില്ലയിൽ H1N1 കേസുകൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം. ഈ മാസം മാത്രം 11 പേർക്കാണ് ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചത്. രോഗലക്ഷണങ്ങളിൽ സ്വയം ചികിത്സ നടത്തരുതെന്നും ആരോഗ്യവകുപ്പ്. തിരുവനന്തപുരത്ത് മധ്യവയസ്കനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ പ്രതി പിടിയിൽ. കൊച്ചുവേളി സ്വദേശി മഹേഷാണ് പിടിയിലായത്. മുട്ടത്തറ സ്വദേശി കുഞ്ഞുശങ്കറിനാണ് തലക്കടിയേറ്റ് മരിച്ചത്. KLM ഫൗണ്ടേഷൻ നേതൃത്വം നൽകുന്ന വിദ്യാകിരൺ പദ്ധതിക്ക് തുടക്കമായി. വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ നൂതനമായ സേവന പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ലക്ഷ്യം. കൊല്ലത്ത് ആക്രിക്കടയിലെ ജോലിക്കാരനായിരുന്ന തമിഴ്നാട് സ്വദേശിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ബന്ധുവായ യുവാവ് പിടിയിൽ. കൊട്ടാരക്കര ഇഞ്ചക്കാട്ട് ആക്രിക്കടയിൽ ജോലി ചെയ്തിരുന്ന ശങ്കരൻ കോവിൽ പിള്ളയാർ കോവിൽ തെരുവിലെ ശിവകുമാറാണ് അറസ്റ്റിലായത്. കൊട്ടാരക്കര MC റോഡിൽ സദാനന്ദപുരത്ത് KSRTC ലോ ഫ്ലോർ ബസ് നിയന്ത്രണം വിട്ട് റോഡിന് നടുവിലെ ഡിവൈഡറിലേക്ക് ഇടിച്ചുകയറി 16 പേർക്ക് പരിക്കേറ്റു. സാരമായി പരിക്കേറ്റ ഡ്രൈവർ എറണാകുളം സ്വദേശി പവിത്രൻ, കണ്ടക്ടർ ചിങ്ങവനം സ്വദേശി അജികുമാർ എന്നിവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കൊല്ലം സിറ്റി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അനധികൃത പണമിടപാട് കേന്ദ്രങ്ങളിൽ മിന്നൽ പരിശോധന. ഓപ്പറേഷൻ ഷൈലോക്ക് 3 എന്ന പേരിൽ 53 കേന്ദ്രങ്ങളിലാണ് പരിശോധന നടന്നത്. കൊല്ലം കടപ്പാക്കട സ്വദേശിനിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 5 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന് പരാതി. കടപ്പാക്കട സ്വദേശി സത്താറിന്റെ ഭാര്യ ലീനയുടെ SBI അക്കൗണ്ടിൽ നിന്നാണ് പണം നഷ്ടമായത്. ബസ് യാത്രക്കാരിയായ വീട്ടമ്മയുടെ പണം കവരാൻ ശ്രമിച്ച 2 നാടോടി സ്ത്രീകളെ പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് ദിണ്ടിഗൽ സ്വദേശികളായ പത്മിനി, മഞ്ജു എന്നിവരാണ് പിടിയിലായത്. ഇരുവരെയും കോടതി റിമാൻഡ് ചെയ്തു. പട്ടത്താനം ഗവൺമെന്റ് SNDP UP സ്കൂളിൽ ഞാറുനട്ട് കുട്ടിക്കർഷകർ. സംസ്ഥാന കൃഷി വകുപ്പിന്റെ പദ്ധതി പ്രകാരം സ്കൂളിലെ പഠന പദ്ധതിയുടെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ സ്കൂളിലെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. നെൽകൃഷിയോടൊപ്പം സ്കൂൾ വളപ്പിൽ വിഷരഹിത പച്ചക്കറി കൃഷിയും തുടങ്ങി. ഈ വർഷത്തെ നൂർനാട് ഹനീഫ് സ്മാരക സാഹിത്യ പുരസ്കാരത്തിന് GR ഇന്ദുഗോപന്റെ പടിഞ്ഞാറെ കൊല്ലം ചോരക്കാലം എന്ന നോവൽ അർഹമായി. നൂർനാട് ഹനീഫിന്റെ 13ാം ചരമവാർഷിക ദിനമായ ഓഗസ്റ്റ് 5-ന് കൊല്ലം പബ്ലിക് ലൈബ്രറിയിൽ നടക്കുന്ന ചടങ്ങിൽ സാഹിത്യകാരൻ ജോർജ് ചൂണക്കൂർ പുരസ്കാരദാനം നിർവഹിക്കും. മതിയായ രേഖകളില്ലാതെ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 2 കോടിയിലധികം വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ പിടികൂടി. സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ് ഇന്റലിജൻസ് വിഭാഗമാണ് സ്വർണം പിടിച്ചെടുത്തത്. തൃശൂരിൽ നിന്ന് കൊല്ലം ജില്ലയിലെ വിവിധ ജ്വല്ലറികളിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതായിരുന്നു സ്വർണ്ണാഭരണങ്ങൾ. ഒട്ടേറെ പേർക്ക് തൊഴിൽ ലഭിക്കുന്ന അപ്പാറൽ പാർക്ക് കുണ്ടറയിൽ സ്ഥാപിക്കുമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. അപ്പാറൽ പാർക്കിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്കുള്ള പരിശീലനം ചന്ദനത്തോപ്പ് കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൽ നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. ജില്ലയിൽ ടിപ്പർ ലോറികളുടെയും ടിപ്പിംഗ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വാഹനങ്ങളുടെയും ഗതാഗത നിരോധനം പുനഃക്രമീകരിച്ചു. രാവിലെ 8:30 മുതൽ 10 വരെയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെയുമാണ് പുനഃക്രമീകരണം. മഴ കനത്തതോടെ ഒരു ദിവസം കൊണ്ട് അച്ചൻ കോവിലാറിൽ 10 അടിയോളം ജലനിരപ്പ് ഉയർന്നു. താഴ്ന്ന പ്രദേശങ്ങളിലും കൃഷിയിടങ്ങളിലും വെള്ളം കയറി. പറന്തൽ പാലത്തിന് താഴ്ഭാഗം മുതൽ തോട്ടുകര പാലം വരെയുള്ള തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്.
ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതിക്ക് ഇരവിപേരൂർ പഞ്ചായത്തിൽ തുടക്കം. വള്ളംകുളം, ഓതറ എന്നിവിടങ്ങളിൽ രൂപീകരിച്ച 2 കുടുംബശ്രീ ഗ്രൂപ്പുകൾ മുഖേന 40,000-ഓളം പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. അടിസ്ഥാന സൗകര്യമൊരുക്കുന്നതിനും മഴപ്പന്തൽ സ്ഥാപിക്കുന്നതിനുമായി കുടുംബശ്രീ മുഖേന 3.25 ലക്ഷം രൂപ പഞ്ചായത്ത് പദ്ധതി വിഹിതമായി ചെലവഴിച്ചു. പ്രളയാനന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ ജനകീയം അതിജീവനം പൊതുജന സംഗമം പത്തനംതിട്ട ജില്ലയിൽ നടന്നു. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനം മന്ത്രി കെ രാജു നിർവഹിച്ചു. പത്തനംതിട്ട മൂഴിയാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഏത് സമയത്തും തുറന്നുവിട്ടേക്കും. കക്കാട്ടാറിന്റെ ഇരുകരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഇന്നും നാളെയും പത്തനംതിട്ട ജില്ലയിൽ യെല്ലോ അലർട്ട് തുടരും. സ്വന്തം ആൺമക്കളെ പീഡിപ്പിച്ച പിതാവിനെ ചെങ്ങന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. റാന്നി സ്വദേശിയാണ് അറസ്റ്റിലായത്. 17ഉം 11ഉം വയസ്സായ ആൺമക്കളെ പിതാവ് പീഡിപ്പിക്കുന്നതായി കാണിച്ച് മാതാവ് നൽകിയ പരാതിയെ തുടർന്നാണ് അറസ്റ്റ്. ആലപ്പുഴ ജില്ലയിൽ പ്രളയാനന്തര ദുരിതാശ്വാസമായി 10 ലക്ഷം പേർക്ക് 1000 കോടി രൂപ ഇതുവരെ വിതരണം ചെയ്തതായി മന്ത്രി ജി സുധാകരൻ. 400 കോടി രൂപ കൂടി ഇനിയും നൽകും. അപേക്ഷിക്കാൻ സാധിക്കാത്ത അർഹരായവർക്ക് ഇനിയും അവസരം നൽകുമെന്ന് മന്ത്രി. കനത്ത മഴയിലും കാറ്റിലും തണ്ണീർമുക്കത്ത് 100ഓളം വള്ളങ്ങൾ തകർന്നു. ചെങ്കണ്ട മുതൽ പുത്തനങ്ങാടി വരെയുള്ള തീരത്ത് കെട്ടിയിട്ടിരുന്ന വള്ളങ്ങളാണ് നശിച്ചത്. അർത്തുങ്കൽ 1000 തൈ കടൽ തീരത്ത് തിമിംഗലം കരക്കടിഞ്ഞു. മഴയും കാറ്റും ശക്തി പ്രാപിച്ചതോടെയാണ് അടിയൊഴുക്കിൽപ്പെട്ട തിമിംഗലം തീരത്ത് ഒഴുകിയെത്തിയതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച യുവാവ് പിടിയിൽ. ആലപ്പുഴ പാതിരപ്പള്ളി സ്വദേശി ജിത്തു ബാബുവാണ് അറസ്റ്റിലായത്. പോക്സോ നിയമപ്രകാരം ആലപ്പുഴ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. MBBS പ്രവേശനം വാഗ്ദാനം ചെയ്ത് വിദ്യാർത്ഥിയുടെ അച്ഛനിൽ നിന്ന് 15 ലക്ഷം രൂപ വാങ്ങി മുങ്ങിയയാളെ പോലീസ് പിടികൂടി. വള്ളിക്കുന്നം ഇലിപ്പക്കുളം സ്വദേശി അനൂപ് വർഗീസാണ് പിടിയിലായത്. KCB പൂച്ചാക്കൽ ഓഫീസിൽ അതിക്രമിച്ചു കയറി ഉപകരണങ്ങൾ അടിച്ചു തകർക്കുകയും ജീവനക്കാരനെ മർദ്ദിക്കുകയും ചെയ്ത യുവാവ് പിടിയിൽ. തൈക്കാട്ടുശ്ശേരി സ്വദേശി മനോജാണ് പിടിയിലായത്. മർദ്ദനത്തിൽ പരിക്കേറ്റ ജീവനക്കാരൻ ചികിത്സയിലാണ്. മഹാത്മാഗാന്ധി സർവകലാശാല ക്യാമ്പസിൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനികൾക്കും വനിതാ ഗവേഷകർക്കുമായി നിർമ്മിച്ച പുതിയ ഹോസ്റ്റൽ പ്രവർത്തനം ആരംഭിച്ചു. 2 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിൽ 90 പേർക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കുവൈറ്റ് കലാ ട്രസ്റ്റിന്റെ 2019 വി സാംബശിവൻ സ്മാരക അവാർഡ് കവി ഏഴാച്ചേരി രാമചന്ദ്രന് ഇന്ന് സമ്മാനിക്കും. വൈകിട്ട് 4-ന് പൊൻകുന്നം വർക്കി ഹാളിൽ ചേരുന്ന സമ്മേളനത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അവാർഡ് സമ്മാനിക്കും. കട്ടപ്പനയിലെ വിദേശ മദ്യവിൽപ്പനശാലയ്ക്ക് സമീപം യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വേഴിക്കവല സ്വദേശി വിനോദാണ് മരിച്ചത്. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാർ. ചതുരംഗപ്പാറയിലെ സ്വകാര്യ പാറമടയിൽ നിന്ന് സ്ഫോടക വസ്തുക്കളും ഡിറ്റണേറ്ററുകളും മോഷ്ടിച്ച സംഘത്തിലെ 6 പേർ പിടിയിൽ. ഈ മാസം 7-നാണ് ഇവർ പാറമടയിലെ ഗോഡൌൺ തകർത്ത് 100 കിലോ സ്ഫോടക വസ്തുക്കളും 2000 ഡിറ്റണേറ്ററുകളും മോഷ്ടിച്ചത്. ഇടുക്കി ഹിൽവ്യൂ പാർക്ക് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സന്ദർശിച്ചു. ഹൈഡൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് 98 ലക്ഷം രൂപ ചെലവഴിച്ച് നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ത്രി വിലയിരുത്തി. പാർക്കിന്റെ 2ാം ഘട്ട വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പുതിയ പദ്ധതി തയ്യാറാക്കി സമർപ്പിക്കാൻ മന്ത്രി DGPCക്ക് നിർദ്ദേശം നൽകി. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഭൂതത്താൻകെട്ടിലെ മുഴുവൻ ഷട്ടറുകളും തുറന്ന് ഡാമിലെ ജലനിരപ്പ് 27 മീറ്ററാക്കി ക്രമീകരിച്ചു. 34.93 മീറ്ററാണ് ഡാമിന്റെ പരമാവധി സംഭരണശേഷി. എന്റെ നാടിന്റെ പൂമ്പാറ്റ പദ്ധതിക്ക് കോതമംഗലത്ത് തുടക്കം. കോതമംഗലത്തെയും പരിസരത്തെയും സ്കൂളുകളിലെ 8 മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥിനികൾക്ക് 101 സൈക്കിളുകൾ സൗജന്യമായി പൂമ്പാറ്റ പദ്ധതിയിലൂടെ വിതരണം ചെയ്യും. നേവൽ ബേസ് ഉദ്യോഗസ്ഥ ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയ യുവതി പിടിയിൽ. വിവിധ ജില്ലകളിൽ നിന്നും നിരവധി പേരിൽ നിന്നായി 10 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത ചെറായി സ്വദേശി ദേവിപ്രിയയെയാണ് നോർത്ത് പോലീസ് പിടികൂടിയത്. തൃശൂർ വടക്കേക്കാട് പെട്ടി ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന 6 കിലോ കഞ്ചാവ് പോലീസ് പിടികൂടി. അകലാട് പെട്രോൾ പമ്പിന് സമീപത്ത് നിന്നാണ് വാഹനവും കഞ്ചാവും കസ്റ്റഡിയിൽ എടുത്തത്. പോലീസ് പിന്തുടർന്നപ്പോൾ ഓട്ടോ ഉപേക്ഷിച്ച് ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു. എന്നാൽ അകലാട് സ്വദേശി അനീറാണ് ഓട്ടോ ഓടിച്ചിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. ഇയാൾക്കായുള്ള തെരച്ചിൽ ആരംഭിച്ചു.
വടക്കാഞ്ചേരി ഫെറോന പള്ളിക്ക് സമീപം മെഡിക്കൽ ഷോപ്പിൽ കവർച്ച. ഷട്ടറിന്റെ പൂട്ട് തകർത്ത സംഘം കടയിലുണ്ടായിരുന്ന 1.5 ലക്ഷം രൂപ കവർന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. എടപ്പാൾ പഞ്ചായത്ത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ പ്രഖ്യാപനം നടന്നു. പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള പഞ്ചായത്തുകളിൽ ISO അംഗീകാരം നേടുന്ന ആദ്യ പഞ്ചായത്താണ് എടപ്പാൾ. രണ്ടാം ഘട്ട ഗുണനിലവാര പരിശോധനയിൽ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗീകരിച്ച മാനദണ്ഡങ്ങൾ പഞ്ചായത്ത് ഓഫീസിൽ പൂർണ്ണമായി പാലിച്ചതിനാലാണ് ബഹുമതി ലഭിച്ചത്. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിദ്യാർത്ഥികൾക്ക് വിതരണം നടത്തുന്ന 2 പേരെ എക്സൈസ് സംഘം പിടികൂടി. ചോക്കാട് സ്വദേശികളായ നൌഷദ് അലി, സുധീർ എന്നിവരാണ് അറസ്റ്റിലായത്. കോഴിക്കോട് നഗരത്തിൽ അനധികൃത കെട്ടിടങ്ങൾ പെരുകുന്നു. കോർപ്പറേഷന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം 420 കെട്ടിടങ്ങൾ അനധികൃതമായി നമ്പറില്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. ബേപ്പൂർ പരിധിയിലാണ് ലൈസൻസ് ഇല്ലാതെ ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. 40% സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് ലൈസൻസ് ഇല്ലാതെയാണ് കണ്ടത്. മംഗലപ്പുഴയിൽ പെരുന്തുരുത്തി പാലം പുനർനിർമ്മിക്കാൻ കോർപ്പറേഷൻ നടപടി. പാലത്തിന്റെ കോൺക്രീറ്റ് തൂണുകൾക്ക് ബലക്ഷയമില്ലെന്നും പുനർനിർമ്മാണത്തിന് യോഗ്യമാണെന്നും പരിശോധന നടത്തിയ കോർപ്പറേഷന്റെ വിദഗ്ധ സംഘം വിലയിരുത്തി. കോഴിക്കോട് നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരീക്ഷാ ആൾമാറാട്ടം നടന്ന് 2 മാസമായിട്ടും പ്രതികളെ പിടികൂടാതെ പോലീസ്. ഭരണകക്ഷി അധ്യാപക സംഘടനയുമായുള്ള ബന്ധമാണ് ഇവരുടെ അറസ്റ്റ് വൈകാൻ കാരണമെന്ന ആക്ഷേപം ശക്തമായി. മെയ് 13-നാണ് മുക്ക പോലീസ് അധ്യാപകർക്കെതിരെ ക്രിമിനൽ കേസെടുത്തത്. കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളരിക്കുണ്ട് താലൂക്കിൽ 8 വീടുകൾ ഭാഗികമായി തകർന്നു. ചീറ്റമല കോളനിയിൽ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിനടുത്ത് ഉരുൾപൊട്ടലുണ്ടായി. കുമ്പളപ്പള്ളി റോഡും കലിങ്കും പൂർണ്ണമായും തകർന്നതോടെ ചുറ്റുമല കോളനി പൂർണ്ണമായും ഒറ്റപ്പെട്ടു. ഇടവേളയ്ക്ക് ശേഷം റൗണ്ട് ഓഫ് ബുള്ളറ്റിനുമായി ജോൺ ജെ.